السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الحمد لله الذي بنعمته تتم الصالحات. اللهم صل على سيدنا محمد وعلى آله وصحاب سيدنا محمد وبارك وسلم عليه. أما بعد، قال الله تعالى في شأن حبيبه: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. حبيبنا ومولانا محمد وعلى آل سيدنا ونبينا ومولانا محمد وبارك وسلم عليه. അർഹമ റഹീമീന തമ്പുരാനിന്റെ മഹദ് ഫളലുണ്ട് മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. 2-3 ദിവസമായി ഇതിൽ പങ്കുചേർന്ന് എല്ലാവർക്കും അവിടെ ഖാൻഗാഹിലെ മദ്രസയിലുള്ള സ്ത്രീകളടക്കം എല്ലാവർക്കും താമായ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹുവേ. ഈ മജ്ലിസിൽ ഹാദിറായ എല്ലാവർക്കും ഇത് ലൈവില് അറബ് രാജ്യങ്ങളിലെ പല നാടുകളിൽ നിന്നും വരാൻ പറ്റാതെ അവിടുന്ന് ഇത് കണ്ടുകൊണ്ടും കേട്ടും കൊണ്ടും ഇരിക്കുന്നവരും ഇനി കേൾക്കാനിരും എല്ലാവർക്കും അല്ലാഹുവേ താമായ മഗ്ഫിറത്ത് നൽകുകയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അതിനർഹരാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാഹുവേ. ഞങ്ങളുടെ രക്ഷക്ക് അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ ശഫാഅത്ത് അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആ ശഫാഅത്തിന് ഞങ്ങളെ നീ അർഹരാക്കണേ അല്ലാഹുവേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിച്ച് രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹുവേ. ഈ മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ നീ മുക്തരാക്കണേ അല്ലാഹുവേ. എല്ലാവിധ ശിർക്കുകളിൽ നിന്നും കുഫറുകളിൽ നിന്നും നിഫാഖുകളിൽ നിന്നും ഇർത്തിദാദിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, നിനക്കും നിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നിന്റെ മഹബൂബികളായ മശായിഖുമാർക്കും ഇഷ്ടമില്ലാത്ത സർവ്വ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ഞങ്ങളെ ഖൽബുൻ സലീമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാവിനെ ലിസാനും ദാക്കിറാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അവയവങ്ങൾ മുഴുവനും നിനക്ക് മുത്തിയായ നിനക്ക് വഴിപ്പെടുന്ന നിന്റെ ഇബാദത്തിൽ മുഴുകുന്ന അവയവങ്ങളാക്കണേ അല്ലാഹുവേ. ബിജായി സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഫളല് കൊണ്ട് നമ്മെ അവന്റെ ഹബീബും ഇരുലോക നേതാവുമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൈറു ഉമ്മത്തിൽ അല്ലാഹു നമ്മളെ ചേർത്തി. അൽഹംദുലില്ലാഹ്. അല്ലാഹു അത് വളരെ വലിയ നിഅമത്താണെന്ന് മനസ്സിലാക്കുവാനും അതിനെ ശുക്ർ ചെയ്യുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനമാണ് നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ വളരെ വലിയ അനുഗ്രഹമാണ് ഈ മസ്ജിദും ഈ കാമ്പസും ഈ സൗകര്യങ്ങളൊക്കെ. നമ്മൾ ഒരിക്കലും ചിന്തിച്ചതല്ല, നമ്മുടെ ചിന്തയിൽ വന്നതുമല്ല, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നമ്മുടെ വന്യരായ ശൈഖുന ഖുതുബുൽ മശായിഖ് സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ സ്വപ്നമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. അതുപോലെ തന്നെ എന്നെ കിതാബുകളൊക്കെ ഓദിച്ച് താലീമുകളൊക്കെ പഠിപ്പിച്ച് താലീം എടുത്തു കൊടുക്കാനും താലീം എടുക്കാനും പഠിപ്പിച്ച് പ്രസംഗിക്കാനും പഠിപ്പിച്ച് കിതാബ് ചൊല്ലിക്കൊടുക്കാനും എല്ലാ നിലക്കും എന്നെ വളർത്തിയെടുത്ത് എൻ്റെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ജമാലുല്ലാ ഷാ സുഹൂരി ഏലംകുളം ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആഗ്രഹമാണ് ഈ ഉന്നതമായ മസ്ജിദും ഈ ദർസും ഈ ജാമിയയും ഈ കോളേജും ഇതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ.
ഷെയ്ഖുന ആരിഫുദ്ദീൻ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഷെയ്ഖുനാന്റെ ഉപദേശമാണ് ഈ ജാമിയ. 10-20 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഞങ്ങൾ ഖാൻഗാഹ് സ്ഥാപിച്ച് പിന്നെ ഷെയ്ഖുന അത് മസ്ജിദാക്കി മാറ്റി. ശേഷം ഷെയ്ഖുന റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, ഇബ്രാഹിം മുസ്ലിയാർ चंद बच्चों को रखे, मोहम्मद अली को उस्ताद बना के तहफीज़ुल ഖുർആൻ शुरू करना. കുറച്ച് കുട്ടികളെ വെച്ച് ഹാഫിള് മുഹമ്മദ് അലി ഉസ്താദിനെ ഉസ്താദായി നിയമിച്ച് കുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ദർസ് തുടങ്ങണം. അള്ളാഹുവിൻ്റെ ഫളൽ കൊണ്ട് അന്ന് നമ്മളുമായി ബന്ധമുണ്ടായിരുന്ന മുഹിബ്ബീങ്ങളുടെ മക്കളെ, അവരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു. ഷെയ്ഖുനാന്റെ ആ നിർദ്ദേശം എന്നിലൂടെ അവർ കേട്ടപ്പോൾ ഉടനെ ആ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കി ഒരു 6-7 കുട്ടികളെ വെച്ചാണ് അള്ളാഹുവിൻ്റെ ഫളൽ കൊണ്ട് ഷെയ്ഖുനാന്റെ സമ്മതപ്രകാരം ഷെയ്ഖുനാന്റെ നിർദ്ദേശപ്രകാരം ജിഫ്രി ഹൗസിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ജിഫ്രി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പേരമകൻ മർഹൂം സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങൾ വന്ന് ദ്വാരന്ന് തുടങ്ങിയ ദർസാണ് ഈ ദർസ്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഇത് അള്ളാഹുവിൻ്റെ ഒരു വലിയന്റെ ഖൽബിൽ നിന്ന് വന്നതാണ്. നമ്മൾ ചിന്തിച്ചിട്ടില്ല, ഞാനൊരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനെ ദർസും പള്ളിയൊക്കെ ഉണ്ടാക്കണം. നമുക്കൊരൊറ്റ ആഗ്രഹമില്ല, മഖ്സൂദ ഇല്ലല്ലാ എന്ന് പറഞ്ഞിങ്ങനെ പോവല്ലേ. അള്ളാഹു അല്ലാത്ത വേറൊരു ലക്ഷ്യം നമുക്കുണ്ടായിരുന്നില്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. അള്ളാഹു ഹാക്കിമാണ്, നമ്മൾ മഹ്കൂമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയും അള്ളാഹു എത്ര നല്ല തീരുമാനങ്ങളാണ് എടുത്തത് നമ്മുടെ കാര്യത്തിൽ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഫളലാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് നമുക്കൊരു ഷെയ്ഖ് വേണം, നമുക്കൊരു ഉസ്താദ് വേണം, നമുക്കൊരു ഷെയ്ഖ് വേണം. അത് എപ്പോൾ വേണം? നമുക്കൊരു 10-12 വയസ്സാകുമ്പോഴേക്ക് ഷെയ്ഖ് വേണം. പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ഷെയ്ഖ് വേണം. ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ മക്കൾക്കൊക്കെ 10-12 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവരോട് സ്നേഹബന്ധത്തിലാക്കി അവരുടെ മുരീദാക്കി അവരെ ഏൽപ്പിക്കണം. അത് മുറബ്ബിയായ ഷെയ്ഖായിരിക്കണം, കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളവരായിരിക്കണം. അള്ളാഹുവിൻ്റെ ഫളൽ കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ഷെയ്ഖുന ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ 21ാമത്തെ മകനാണ് നൂറുൽ മശായിഖ് ഖുതുബുസ് സമാൻ സയ്യിദ് നൂറുൽ ഷാ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അതും 1950-51 കാലങ്ങളിൽ കേരളത്തിന്റെ അത്തല മുതൽ ഇത്തല വരെ, പാറശാല മുതൽ കന്യാകുമാരി വരെ കുലുക്കിയാൽ കുലുങ്ങുന്ന സമസ്തയാണ്. ഒരൊറ്റ സമസ്തയുള്ളൂ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സംഘടന കേരളത്തിൽ ഒന്നേയുള്ളൂ, സമസ്ത. 2 സമസ്തല്ല, സംസ്ഥാനല്ല, ദക്ഷിണല്ല, ഒന്നുമില്ല, ഒരൊറ്റ സമസ്ത സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന. അതിശക്തമായ വളരെ ഉന്നതരായ ഔലിയാക്കന്മാരായ പണ്ഡിതന്മാരാണ് എൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. അവരാണ് നൂറുൽ ഷാ തങ്ങൾ പാപ്പാന്റെ സിൽസില സനദ്. നൂറുൽ ഷാ തങ്ങൾ പാപ്പ അവരുടെ ഉപ്പ മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നുമുട്ടുന്ന ആ പരമ്പര പരിശോധിച്ചിട്ട് ഇത് ശരിയായ അഹ്ലുൽ ബൈത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകനാണ്, ഹസനിയാണ്, ഹുസൈനിയാണെന്ന് ബോധ്യപ്പെട്ട് ശേഷം ഷെയ്ഖുന ഖാദിരിയാണ്, ചിശ്തിയാണ്, നഖ്ശബന്ദിയാണ്, സുഹ്റവർദിയാണ്, ഷാദിലിയാണ്, 8-9ഓളം ത്വരീഖത്തുകളുടെ ഷെയ്ഖാണ്. ആ സിൽസിലകൾ അന്നത്തെ 1951 മുഷാവറ അത് പരിശോധിച്ചിട്ട് വ്യക്തമായി അവർക്ക് ബോധ്യപ്പെട്ട് അതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട മർഹൂം ബി കുട്ടി ഹസൻ ഹാജി നവ്വറല്ലാഹു മർക്കദഹു സുന്നി വോയിസിന്റെ ഒക്കെ നേതാവ്, SYSന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന കുട്ടി ഹസൻ ഹാജിനെ സമസ്ത ഹൈദരാബാദിലേക്ക് പറഞ്ഞയച്ച് സമസ്ത കത്ത് കൊടുത്തയച്ചാണ് നൂറുൽ ഷാ തങ്ങൾ പാപ്പാനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത്. ഇന്നത്തെ മുഷാവറല്ല. ഇന്നിപ്പോ മുഷാവറുണ്ടോ? ഇന്നത്തെ മുഷാവറല്ല.
അക്കാലത്തെ മുഷാവറ 40 ആലിമ്യങ്ങൾ എന്ന് പറഞ്ഞ ആരാ? നെഞ്ഞൂക്കുള്ള പണ്ഡിതന്മാർ, ഭയങ്കര സമുദ്രക്കണക്ക് ഇൽമുള്ള ആരിഫീങ്ങളായ ഔലിയാക്കളമാരായ പണ്ഡിതന്മാർ. അബ്ദുൽ ബാരി മുസ്ലിയാർ എന്ന് പറയുന്ന നബറുല്ലാഹു മർക്കദു മഹാപണ്ഡിതൻ, സമസ്തയുടെ പ്രസിഡന്റ്. പറവണ്ണ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ നബറുല്ലാഹു മർക്കദു എന്ന് പറയുന്ന സമസ്തയുടെ ജനറൽ സെക്രട്ടറി. മഹാനവറുകളാണ് വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിച്ചത്. മദർസയിലെ പുസ്തകങ്ങളൊക്കെ ആദ്യമായി കൈപ്പടം കൊണ്ട് എഴുതി ഉണ്ടാക്കിയ മഹാനാണ് പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ. സമസ്തയുടെ എല്ലാ അടിത്തറകളും പാകിയ മഹാന്മാരാണ്. അവരാണ് നൂറുഷാ തങ്ങൾ പാപ്പാന്റെ സിൽസിലയും സനദും പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം പ്രതിനിധിയായി സമസ്തയുടെ SYSന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന കുട്ടി സന്നാജി നബറുല്ലാഹു മർക്കോൻ ഹൈദരാബാദിൽ പറഞ്ഞയച്ച് കേരളത്തിലേക്ക് ക്ഷണിച്ചത്. എന്തിന്? ഒരു ഷെയ്ഖ് വേണം. ഏതൊരു മുസ്ലിമിനും ഒരു ഷെയ്ഖ് വേണം. ആ ഷെയ്ഖിന് വേണ്ടി അവർ പറഞ്ഞയച്ചിരിക്കുക. ഹൈദരാബാദിൽ ചെന്ന് നൂറുഷാ തങ്ങൾ പാപ്പാനെ ആദ്യമായി കുട്ടി സനാജി ഹൈദരാബാദിൽ പോവാണ്. മദ്രാസിൽ വെച്ച് കണ്ടു പരിചയപ്പെട്ടതാണ്. ഹൈദരാബാദിൽ ചെന്ന് ക്ഷണിച്ചപ്പോൾ ഷെയ്ഖിന് കൊടുത്ത മറുപടി എന്താണെന്നറിയാം ഞങ്ങൾക്ക്? ഞാൻ വരൂല. കേരളത്തിലേക്ക് നല്ല എവിടേക്ക് പോണെങ്കിലും എനിക്ക് എൻ്റെ ഷെയ്ഖിന്റെ സമ്മതം കിട്ടണം. എന്റെ ഷെയ്ഖിന്റെ സമ്മതമില്ലാതെ എനിക്ക് വരാൻ കഴിയില്ല. അപ്പൊ കുട്ടി സനാജി പറഞ്ഞു, നിങ്ങൾ ഷെയ്ഖിന്റെ സമ്മതം വാങ്ങിയിട്ട് വന്നോളൂ. എനിക്ക് എന്റെ ഷെയ്ഖിനോട് ഞാനിങ്ങനെ കേരളത്തിലേക്ക് പോവട്ടെ എന്ന് ചോദിക്കാൻ എനിക്ക് പേടിയാണ്, എനിക്ക് ചോദിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്റെ ഷെയ്ഖിന്റെ അടുത്ത് പോയി നിങ്ങളെ കാര്യം പറഞ്ഞോളി, സമസ്തന്റെ ആഗ്രഹം. അങ്ങനെ കുട്ടി സനാജി നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനായ തങ്ങൾ പാപ്പാന്റെ കൂടെ അവരുടെ ഷെയ്ഖ് എന്ന് ജീവിച്ചിരിക്കുന്ന കാലമാണ്. കൻസുൽ ഇർഫാൻ പീർ ഗൗസി ഷാഹ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ഖാൻഗാഹ് ബൈത്തുന്നൂർ ഖാൻഗാഹിലേക്ക് പോവുകയും ഷെയ്ഖ് അവറുകളുടെ ചെന്നപ്പോ കോനെ ഇത് ആരാന്ന് ചോദിച്ചു. കേരളത്തിൽ നിന്ന് വന്നതാണ്. എന്തിനു വന്നതാണ്? കേരളത്തിൽ ഒരു പണ്ഡിത സഭയുണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അവര് മുഷാവറ കൂടി തീരുമാനമെടുത്ത് നൂറുഷാ തങ്ങളെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്തിന്? വടകരയില് സമസ്ത സ്ഥാപിച്ച് ആദ്യ മദ്രസ ബുസ്താനുൽ ഉലൂം അതിന്റെ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്യാൻ. അപ്പൊ ഉപ്പാപ്പ ഷെയ്ഖ് കണ്ണടച്ച് മുറാഖബ ചെയ്ത് അല്ലാഹുവിലേക്ക് റുജുവായി ശേഷം കണ്ണ് തുറന്നാണ് ലേക്ക് ജാവോ, കൊണ്ടുപോയി കോളിന്ന് സമ്മതം കൊടുത്ത്. ഒരു മുരീദിന്റെ ജീവിതം അതാണ്, ഒരു ഖലീഫന്റെ ജീവിതം അതാണ്. നാം ഏത് മേഖലകളിൽ എത്തിയാലും നമുക്ക് ഷെയ്ഖ് അത്യാവശ്യമാണ്. നമ്മുടെ തടിയിൽ നിന്നും റൂഹ് പിരിയുന്നത് വരെ നമുക്ക് ഷെയ്ഖ് അത്യാവശ്യമാണ്. ഷെയ്ഖുന അക്കാലത്ത് തന്നെ മദ്രാസിൽ ഉന്നതമായ ഖുലഫാക്കളുണ്ട്. ആമിർ കലീമി ഷാ സർക്കാർ അവിടുത്തെ ഖലീഫയാണ്, ഫൈസി ഷാ സർക്കാർ അവിടുത്തെ ഖലീഫയാണ്, ജമാലി ഷാ സർക്കാർ അവിടുത്തെ ഖലീഫയാണ്, അൻവാറുല്ലാ ഷാ ഉത്തമപാളയം മഹാനവറുകൾ അവിടുത്തെ ഖലീഫയാണ്. തമിഴ്നാട്ടില്, കർണാടകയില്, ആന്ധ്രാപ്രദേശിലൊക്കെ നൂറുഷാ തങ്ങൾ പാപ്പ ഖദ്ദസല്ലാഹു അലൈഹി നിറയെ ഖുലഫാക്കളും മുരീദന്മാരും 10,000-കണക്കിനുള്ള കാലമാണ്. എന്നിട്ടും കേരളത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് ദീനീ ദഅവത്തിന് വേണ്ടി പോകാൻ തന്റെ ഷെയ്ഖിന്റെ സമ്മതം. ഇപ്പൊ നമ്മള് ജനിച്ച് വളരുമ്പോ നമ്മൾ കുട്ടികളാണ്, ഉപ്പയും ഉമ്മയും ഉണ്ട് നമുക്കല്ലേ. ആ ഉപ്പാനും ഉമ്മാനും വാക്ക് കേട്ട നമ്മൾ വളരാ. അങ്ങനെ വളർന്ന് പിന്നെ നമ്മൾ വലുതായി, നമ്മൾ വിവാഹം കഴിച്ച് നമുക്ക് മക്കളുണ്ടായി, നമ്മൾ ഉപ്പയായി. നമ്മൾ ഉപ്പയായാലും പിന്നെ നമ്മളെ മക്കൾക്ക് മക്കളുണ്ടായി, നമ്മൾ വല്യപ്പയായി. നമ്മൾ ഉപ്പയായി പിന്നെ വല്യപ്പയായാലും നമ്മൾ ഉപ്പാക്കും ഉമ്മാക്കും നമ്മൾ മകൻ തന്നെയല്ലേ, മക്കളല്ലേ. അവിടെ മകനായി അവരെ മുന്നിൽ നിന്നു കൊടുക്കണ്ടേ? നിങ്ങളുടെ മക്കളുടെ മുന്നിൽ നിങ്ങൾ ഉപ്പയാണെങ്കിൽ നിങ്ങളുടെ ഉപ്പാന്റെ മുന്നിൽ നിങ്ങൾ മകനല്ലേ. പേരക്കുട്ടിന്റെ മുന്നിൽ നിങ്ങൾ വല്യപ്പയായിക്കണേ, എന്നാലും നിങ്ങൾ ഉപ്പാന്റെ ഉമ്മാന്റെ മുന്നിൽ നിങ്ങൾ ആരാ? കൊച്ചുമോന. അല്ലാഹു ഈ ബുദ്ധി നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ എത്ര തന്നെ ഉയർന്നാലും നമ്മൾ ഒന്നുമെടുത്ത് നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മുന്നിൽ ആരാണ്? അബ്ദ്, അടിമ, മംലൂക്ക്. മാലിക്കൻ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ആരാണ് നമ്മൾ?
അവിടുത്തെ ഉമ്മത്തിയാണ്, ഗുലാമാണ്, ദാസനാണ്. അങ്ങനെ ആ സമ്മതപ്രകാരമാണ് ശൈഖുന കേരളത്തിലേക്ക് വരുന്നത്. സമസ്തന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്, സമസ്ത ഔദ്യോഗികമായി ക്ഷണിച്ച് ശൈഖുന ക്ഷണം സ്വീകരിച്ച് തന്റെ ഷെയ്ഖ് മഹാനവറുകൾ ദുആ ചെയ്ത് പറഞ്ഞയച്ചതാണ്. അങ്ങനെ വരുമ്പോഴാണ് വന്ന് വടകരയിൽ ഇറങ്ങി ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ആദ്യമായി കേരളത്തിന്റെ മണ്ണിൽ ശൈഖുനായുമായി ബയ്യത്ത് ചെയ്ത് പ്രസിദ്ധനായ പണ്ഡിതൻ, തലയെടുപ്പുള്ള പണ്ഡിതൻ, അന്നത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പറവണ്ണ മുഹ്യിദ്ദീൻ കുട്ടി മുസ്ലിയാർ നഫറുല്ലാഹു മർക്കദഹു മഹാനവറുകളാണ് ശൈഖുനാന്റെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്ത് മുരീദായി കേരള ജനങ്ങൾക്ക് മാതൃക കാണിച്ചത്. അൽഹംദുലില്ലാഹ്. അതിനു മുമ്പ് ഒരു ബയ്യത്ത് നടന്നിട്ടുണ്ട്. തിരൂര് റെയിൽവേ സ്റ്റേഷനില്, തിരൂര് പള്ളിയിലെ ജാമിയ മസ്ജിദിലെ ഖതീബായിരുന്ന മുദരിസായിരുന്ന TP ഹുസൈൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു, പിന്നീട് നദിർ ഷാ നൂരി എന്ന പേരിൽ അറിയപ്പെട്ട് നവ്വറല്ലാഹു മർക്കദഹു മഹാനവറുകൾ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ ശൈഖുനാക്ക് കുട്ടിസനാജിന്റെ സുഹൃത്തായിരുന്നു. കുട്ടിസനാജി മുഖേന വിവരം അറിഞ്ഞപ്പോൾ അവിടെ സ്വീകരണം കൊടുക്കുകയും ആ ട്രെയിനിൽ ശൈഖുനാന്റെ കൂടെ സമസ്തന്റെ സമ്മേളനത്തിന് പുറപ്പെട്ടു. അങ്ങനെ തിരൂരൊന്നും ട്രെയിന് വടകര എത്തുന്നതിന് മുമ്പ് ട്രെയിനിൽ വെച്ച് തന്നെ ആര് ബയ്യത്ത് ചെയ്യണ്ടായി? ഹുസൈൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു ശൈഖുന ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ. അത് ഗൗസുൽ ആലം റളിയല്ലാഹുവിന്റെ പേരമകനാണ്. അവരെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ രക്തമാണ് എന്ന് ബോധ്യപ്പെട്ട് ഹുസൈൻ മുസ്ലിയാർ നദിർ ഷാ നൂരി നവ്വറല്ലാഹു ട്രെയിനിൽ വെച്ച് തന്നെ ബയ്യത്ത്. പിന്നെയാണ് സമ്മേളനം കഴിഞ്ഞ് പറവണ്ണ. ആരാ പറവണ്ണ? ആരാണ് പറവണ്ണ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, സമസ്ത രണ്ടായപ്പോൾ AP സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ആര്? ഉള്ളാൾ തങ്ങൾ, താജുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു. കേട്ടിട്ടില്ലേ? താജുൽ ഉലമ ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദഹു പ്രസിഡന്റായി. എത്ര വലിയ മഹാനാണ്! അവരുടെ മകനാണ് മർഹൂം കൂറാത്തങ്ങൾ. അവിടെ പരിപാടി ഉറൂസൊക്കെ നടക്കണം. ഈ ഉള്ളാൾ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ നവ്വറല്ലാഹു മർക്കദഹു നമ്മളെ തങ്ങളെ നാട്ടില് പറമ്പത്ത് ജുമാഅത്ത് പള്ളിയില് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹുവിന്റെ ദർസിൽ ഓതിയിരുന്നു. കിതാബ് ഓതണ മുതഅല്ലിമാണ്. പറമ്പത്ത്, നിങ്ങളെ പറമ്പത്ത് കണ്ണിയത്ത് ദർസ് നടത്തി, കോഴിക്കോട് പറമ്പത്ത്. ആ ദർസിൽ കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിൽ ഓതുമ്പോൾ കണ്ണിയത്ത് ഉസ്താദിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹാല് വന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചില്ല. അപ്പൊ പറഞ്ഞു മുത്താലിമിങ്ങളോട്, ഇനി ഈ വർഷം ഞാൻ ദർസ് റമദാൻ വരെ നിർത്തിവെക്കാണ്, നിങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ദർസ് പോയി ഓതിക്കോളി, ഞാൻ എൻ്റെ വീട്ടിൽ പോയി കുറച്ച് ഈ ഭാഗത്തെടുക്കാൻ പോവാണ്. കണ്ണിയത്ത് ഉസ്താദ്. അപ്പൊ എല്ലാ മുത്താലിമികളും ഓരോ ഉസ്താദ്മാരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചപ്പോ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളോട് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു മറ്റേ സമസ്തന്റെ പ്രസിഡന്റ് മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ പോകാൻ ഒരു ദർസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കൂട്ടായി അടുത്തുള്ള പറവണ്ണ ദർസ് നടത്തുന്ന സമസ്തന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയ പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാരുടെ അടുത്ത് പോയി ഓതിക്കോളീന. അങ്ങനെ ഉള്ളാളും തങ്ങള് പറവണ്ണ ദർസിൽ പോയി. ഞാൻ പറവണ്ണനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നൂരി ഷാ തങ്ങൾ പാപ്പാനെ ഈ കേരളത്തിൽ വെച്ച് കണ്ടിട്ട് ആദ്യമായി ബയ്യത്ത് ചെയ്ത് ഈ കേരള ജനങ്ങൾക്ക് ഖിയാമത്ത് വരെ മാതൃക കാണിച്ച ആ മഹാപണ്ഡിതന്റെ സ്ഥാനവും പദവിയും നിങ്ങൾ മനസ്സിലാക്കണം. അവര് ശിഷ്യന്മാരാണ്. അവരൊക്കെ അവര് ശിഷ്യന്മാരെന്നുള്ളവരൊക്കെ നമ്മൾ ആ ഉസ്താദന്മാരുടെ ഉസ്താദായ എല്ലാ ഗുരുനാഥന്മാരുടെയും ഗുരുവായ ആ പറവണ്ണനാണ് നമ്മൾ പിൻപറ്റുന്നത്. അല്ലാഹു ചെയ്ത ഫളലാണ്. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഉള്ള ആളുകൾ പറവണ്ണ ഉസ്താദിന്റെ ദർസിൽ ചെന്നപ്പോ അവിടെ ദർസിൽ മുതഅല്ലിമീങ്ങൾ ഫുള്ളാണ്. നാട്ടില് ജനങ്ങൾക്ക് ഇനി ചെലവ് കൊടുക്കാൻ വീടില്ല, മുതഅല്ലിമീങ്ങൾ ഫുള്ളാണ്. അപ്പൊ അവിടെ അന്വേഷിച്ചപ്പോ കമ്മിറ്റിക്കാർ ഇവിടെ സീറ്റില്ല, മൂപ്പര് തങ്ങളാണെന്ന് അവർക്ക് അറിയില്ല, ഇവിടെ സീറ്റില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഉസ്താദിനെ കാണാൻ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞപ്പോ ഉസ്താദിന്റെ റൂമിലേക്ക് അനുവാദം കിട്ടി. പറവണ്ണ ഉസ്താദിന്റെ റൂമിൽ ചെന്ന്
ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കണ്ണിയത്തിന്റെ ദർസിന്ന് വരികയാണ്, കണ്ണിയത്ത് പറഞ്ഞയച്ചതാന്ന് പറഞ്ഞപ്പോ എന്താ പേര് എന്ന് വെച്ചു. പേര് കുഞ്ഞിക്കോയാന്ന്. പേരെന്താന്ന് വെച്ചപ്പോ അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ. കുഞ്ഞിക്കോയാന്ന് ചോദിച്ചപ്പോ പറഞ്ഞപ്പോ പറവണ്ണ നഫറുല്ലാഹ് ഉസ്താദ് ചോദിച്ചു, ഈ കോയാന്ന് കുഞ്ഞിക്കോയ കോയ ഇത് കോഴിക്കോട്ടെ കോയാണോ തങ്ങള് കോയാണോ? രണ്ട് കോയാണ്. ഒന്ന് തങ്ങന്മാർക്ക് കോയാന്ന് പറയും, മുല്ലക്കോയ, പൂക്കോയ, പിന്നെ ഇങ്ങനെ പല കോയാന്നുണ്ടാവും. ഈ കോഴിക്കോടുള്ള കുറ്റിച്ചിറ ഇടിയാങ്ങനൊക്കെ ഉള്ളവർക്ക് അഹമ്മദ് കോയ, ബീരാൻ കോയ, ഇങ്ങനെ കോയാന്നുണ്ടാവും. അപ്പൊ പറവണ്ണന്റെ ബുദ്ധി നോക്കണം. കുഞ്ഞിക്കോയ എന്ന് പറഞ്ഞപ്പോ നീ കോഴിക്കോട്ടൻ കോയാണോ അതല്ല തങ്ങൾ കോയാണോ? അപ്പോ ഉള്ള ആളും തങ്ങൾ മുത്തല്ലിമാണ്. തങ്ങൾ മറുപടി പറഞ്ഞ് ഞാന് തങ്ങൾ കോയാണെന്ന്, ഞാൻ സയ്യിദാണ്. അപ്പൊ വിത്തും പേരൊക്കെ ചോദിച്ചു, ഞാൻ ബുഖാരിയാണ്, സയ്യിദാണ്. അപ്പൊ രണ്ടാമത്തെ പറവണ്ണന്റെ ചോദ്യം, നിങ്ങൾക്ക് ഈ ദർസിൽ ഓതണമെങ്കിൽ ഇവിടെ രണ്ട് ജാതി ഓത്താണ്, ഒന്ന് തങ്ങളോത്ത്, ഒന്ന് മൗലിയരോത്ത്. രണ്ട് ജാതി ഓത്തുണ്ട് ദർസിൽ. നിങ്ങൾ തങ്ങളാണ്, നിങ്ങൾക്ക് തങ്ങളോത്ത് വേണോ അതല്ല മൗലിയരോത്ത് വേണോ? അപ്പോ ഉള്ള ആള് നിങ്ങൾ പറഞ്ഞ് പറവണ്ണന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഈ തങ്ങളോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, മൗലിയര ഓത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ല. അപ്പൊ പറവണ്ണ് വിശദീകരിച്ചു കൊടുത്ത, തങ്ങളോത്ത് എന്ന് പറഞ്ഞാൽ തങ്ങന്മാരാവുമ്പോ ഉസ്താദന്മാര് സയ്യിദാണെന്നുള്ളവർക്ക് ചീത്ത പറയില്ല, അടിക്കേണ്ട രംഗത്ത് അടിക്കൂല. അപ്പൊ പിന്നെ തങ്ങൾ എന്നുള്ള ബഹുമാനം, ഉസ്താദ് ഈ കുട്ടീനെ ബഹുമാനിച്ചാൽ കുട്ടി പഠിക്കാതെ അങ്ങനെ അങ്ങനെ ഓതി 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 മൗലിയരായി പോവും. അവസാനം കിതാബ് ഒന്നും നല്ലോണം അറിയൂല. അതാണ് തങ്ങളോത്ത്. മൗലിയരോത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ലോണം ചീത്ത പറഞ്ഞ് അടിച്ച് നല്ലോണം ശിക്ഷിക്കൊണ്ടോർത്ത് ശിക്ഷിച്ച് നല്ലോണം മെരുക്കിയെടുത്ത് ഓതി പഠിപ്പിച്ച് നല്ല അസല് മൗലിയരാക്കും, നല്ല കിതാബ് തിരിയണ മൗലിയരാക്കും. അതാണ് മൗലിയരോത്ത്. നിങ്ങൾക്ക് ഏതാ വേണ്ടി, മൗലിയരോത്തോ തങ്ങളോത്തോ? അപ്പൊ ഉള്ളാളും തങ്ങൾ പാപ്പ പറഞ്ഞ് എനിക്ക് മൗലിയരോത്ത് മതിയെന്നാണ്. ഞാൻ മൗലിയരാകാനാണ് വന്നത്, തങ്ങളോത്ത് വേണ്ട, ഇത് മതി, മൗലിയരോത്ത് നല്ലോണം പോകണം, എന്നാ ഇവിടെ പഠിച്ചോളി. അങ്ങനെ ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ നഫറല്ലാഹു ബർക്കതുഹു മഹാനവറുകളുടെ ദർസിൽ അസ്സലായി ഓതി പഠിച്ച വലിയ പണ്ഡിതനാണ് ആര്? താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ നഫറല്ലാഹു ബർക്കതുഹു. മനസ്സിലായ? അവര് ശിഷ്യന്മാരാണ് ഇവരൊക്കെ. ഈ ഉള്ളാൾ തങ്ങൾ പാപ്പാന്റെ ഉസ്താദാണ് ആര്? പറവണ്ണ മൊയ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ. അവരെ മാത്രമല്ല, ഞാൻ ചരിത്രം പറയാണ്, ഇപ്പൊ സുബൈയായിപ്പോ സമസ്തയിലുള്ള കഴിഞ്ഞുപോയ ഉലമാക്കളുടെ ചരിത്രങ്ങളുടെ മുമ്പിൽ വിവരിച്ചാൽ ശുഭയായിപ്പോ. പറവണ്ണ എന്ന് പറയുന്നത് എല്ലാവരുടെയും വിത്താണ്, ഇവരുടെ ഒക്കെ വേരാണ്. ആ മഹാനാണ് 1951 ബഹുമാനപ്പെട്ട നൂറുഷാ തങ്ങൾ പാപ്പയുമായി ബൈഅത്ത് ചെയ്തത്. അവർക്ക് ഫാരിസി ഭാഷ അറിയാം, ഉറുദു ഭാഷ അറിയാം, ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യും, മലയാളവും അറിയാം. അങ്ങനെ ബഹുഭാഷാ പണ്ഡിതനായിരുന്നു പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ. ഒരു പരിഭാഷപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. നൂറുൽ മശായിഖിനെ കണ്ടതോടുകൂടി, അവരുടെ ഒരു പ്രസംഗം വടകരയിൽ കേട്ടതോടുകൂടി ശൈഖുൻ ആരാണെന്ന് അളന്ന് അത് മനസ്സിലാക്കിയ പറവണ്ണ ബൈഅത്ത് ചെയ്ത് മുരീദായി. അവിടുത്തെ മകളുടെ ഭർത്താവായിരുന്നു കൂട്ടായി കാളി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ നഫറല്ലാഹു ബർക്കതുഹു സൈഫുല്ലാഹ് ഷാനൂരി. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു ഷെയ്ഖ് ആവശ്യമാണ്. ആ ഷെയ്ഖിന്റെ ഇതിൽ നമ്മൾ മുന്നേറിപ്പോൾ അള്ളാഹുവിന്റെ ഫضل കൊണ്ട് മുതശരിയായ ശരീഅത്തും തരീഖത്തും ഹഖീഖത്തും മഅരിഫത്തും നന്നായി കൈകാര്യം ചെയ്യുന്ന ശൈഖുനാനാണ് അള്ളാഹു നമുക്ക് തന്നത്. അവരെ വാർത്തെടുത്ത് ശൈഖുന സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളുടെ സഹവാസം 33 വർഷം അള്ളാഹു നമുക്ക് നൽകി. അൽഹംദുലില്ലാ. ഇപ്പോൾ അവിടുത്തെ മകനായ നമ്മുടെ എല്ലാവരുടെയും ആത്മാവിന്റെ പിതാവ്, നമ്മുടെ വഴികാട്ടി, നമ്മുടെ ആത്മീയ ഗുരു ശൈഖുന ശംസുൽ മശായിഖ് സയ്യിദ് നൂരി ഷാ സാനി തവല്ലല്ലാഹു ഉംറഹു മഹാൻ അവറുകളുടെ തണലിലാണ് നമ്മളുള്ളത്. അല്ലാഹു അവർക്ക് ദീർഘായുസ്സ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, സിഹത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. അവരുടെ സുഹബത്ത് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവരുടെ ആ തൃപ്തിയും സന്തോഷവും അല്ലാഹു നമുക്ക് നൽകട്ടെ. ബഹുമാനികളെ, ഈ മജ്ലിസുകളൊക്കെ അല്ലാഹുമായിട്ട് നമുക്ക് അടുക്കാനാണ്.
അള്ളാഹുമായിട്ടുള്ള അടുപ്പം അള്ളാഹുവിന്റെ പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. അള്ളാഹുവിലേക്കും റസൂലിലേക്കും നമുക്ക് അടുക്കാനാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ മശായിഖന്മാർ. കിട്ടിയ നമ്മുടെ ഈ സിൽസിലയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇൽമുടെ ഇസ്തിഹ്ലാർ ചെയ്തുകൊണ്ട് ആ ബയ്യത്തിൽ പറഞ്ഞ കരാറ് പാലിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഏത് ചിന്ത വരികയാണെങ്കിലും അത് മശായിഖന്മാരുമായി തട്ടിച്ചു നോക്കണം. ഇതെന്റെ ഷെയ്ഖിന്റെ ജീവിതത്തിലുള്ളതാണോ ഇല്ലാത്തതാണോ, ഇതെന്റെ ഷെയ്ഖിന്റെ തൃപ്പതിയിലുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് കിതാബും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തി മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കൽപ്പിച്ചത് മുഴുവനും പ്രവർത്തിക്കുവാനും വിരോധിച്ചത് മുഴുവനും ഉപേക്ഷിക്കുവാനും സംശയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ജീവിത ലക്ഷ്യമായ ഇബാദത്തെ ഹക്ക് ശനാഖത്തെ ഹക്ക് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബയ്യത്തിന്റെ ലക്ഷ്യമായ യാദ് ഹക്ക് അലദ്ദവാം യാഫ്ത ഹക്ക് നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ളലംനാ أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وأصحابه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.